സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ചെല്ലിക്കടപ്പുറത്ത് ഇതുപോലൊരു അലങ്കാര പന്തലുണ്ടായിട്ടില്ല. ഒരു കല്യാണത്തിനും അത്ര മനോഹരമായ ഡെക്കറേഷൻ, കണ്ണിന് കൗതുകമേറ്റുന്ന വൈദ്യുത ദീപാലങ്കാരങ്ങൾ, പല വർണ്ണങ്ങളിൽ മിന്നുകയും അണയുകയും വീണ്ടും മിന്നുകയും ചെയ്യുന്ന പ്രകാശകുമിളകളുടെ ഇന്ദ്രജാലം. തിണ്ണയോട് ചേർന്ന് പെട്ടെന്നുണ്ടാക്കിയ സ്റ്റേജിൽ പ്രതിശ്രുത വധൂവരന്മാർ മണവാളൻ്റെയും മണവാട്ടിയുടെയും വേഷമണിഞ്ഞ് സുസ്മേരവദനരായി ഇരിക്കുന്നു. വീടും വൈദ്യുതഹാരങ്ങളാൽ അലങ്കൃതമാണ്. പന്തലിനുള്ളിൽ ദീർഘചതുരാകൃതിയിൽ നിരയൊപ്പിച്ച് നിരത്തിയ ഭക്ഷണമേശകൾ, റോസ് നിറമുള്ള മേശവിരികൾക്ക് മീതെ ഭക്ഷണപദാർത്ഥങ്ങൾ നിറച്ച സ്റ്റീൽ ചരുവങ്ങൾ, വലിയ ഫൈബർ ട്രേകൾ, ഗ്ലാസുകൾ, ബൗളുകൾ, പ്ലേറ്റുകൾ എന്നിവ. അറിഞ്ഞും കേട്ടും വരുന്നവരെയെല്ലാം നിർബന്ധിച്ച് ഭക്ഷണത്തിനിരുത്തുകയാണ് ശൗര്യക്കുട്ടി. വിചിത്രവും അപൂർവവും അതിശയകരവുമായ ഈ സംഭവം കാണാൻ ചേന്നവേലിയിൽ നിന്നും ചെത്തിയിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. കാഴ്ചക്കാരെല്ലാം ക്ഷണത്തിൽ അതിഥികളും വിരുന്നുകാരുമാകുന്ന കൗതുകകരമായ രംഗമാണ് ആ കല്യാണ പന്തലിൽ നടന്നുകൊണ്ടിരുന്നത്. കൂടുതൽ പേരും ശൗര്യക്കുട്ടിയെ ഒരു നോക്ക് കാണാൻ എത്തിയവരായിരുന്നു. എത്ര പേർ വന്നു കഴിച്ചിട്ടും വിഭവസമൃദ്ധിക്ക് ഒരു കോട്ടവുമില്ല. അതിരുചികരമായ ഭക്ഷണ വിഭവങ്ങളുടെ ആസ്വാദ്യകരമായ ഗന്ധം ആ കല്യാണ പന്തലിൽ നിറഞ്ഞ് ചുറ്റുപാടുകളിലേക്ക് ഒഴുകി. ചത്തുപോയവനെന്ന് കരുതി വിസ്മൃതിയുടെ ചവറുകൂനിയിലേക്ക് തങ്ങൾ തോണ്ടിയെറിഞ്ഞ ശൗര്യക്കുട്ടി ഓർക്കാപ്പുറത്ത് തിരിച്ചു വന്ന് എങ്ങനെ ഇതൊക്കെ നടത്തുന്നുവെന്ന് ആലോചിച്ചിട്ട് ചെല്ലിക്കടപ്പുറത്തുകാർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. സമയം രാത്രി 10 മണിയോടടുത്തപ്പോൾ പാട്ടും സിനിമാറ്റിക് ഡാൻസും തുടങ്ങി. അതിനുള്ള ആളുകൾ എത്തിച്ചേർന്നിരുന്നു. ആടുകയും പാടുകയും ചെയ്യുന്ന സുന്ദരികളും സുന്ദരന്മാരും. അവരുടെ പാട്ടുകൾ ഉച്ചഭാഷിണിയിലൂടെ ശബ്ദത്തിൻ്റെ കടലലകളായി ഒഴുകി ചെല്ലിക്കടപ്പുറത്ത് ഒരേ താളത്തിൽ വന്നലച്ചുകൊണ്ടിരുന്നു. പരിപാടികൾ അങ്ങനെ പുരോഗമിക്കവേ ഏതാനും വാഹനങ്ങൾ ആഞ്ചലോസിൻ്റെ വീടിനപ്പുറത്തുള്ള റോഡിൽ വന്നു നിന്നു. ഏറ്റവും മുന്നിൽ സൈമൺ തരകൻ്റെ ബെൻസ് കാറായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു ബൊലീറോ ജീപ്പ്, അതിന് പിന്നിൽ ഒരു പഴയ മഹേന്ദ്ര വില്ലീസ് ജീപ്പ്, അതിനും പിറകിൽ ആൻഡപ്പൻ പീറ്ററുടെ സ്കോർപിയോ കാർ, അതിൻ്റെയും പുറകിൽ ഒരു പഴയ ക്വാളിസ്. ബെൻസ് കാറിൽ നിന്ന് സൈമൺ തരകൻ ഇറങ്ങി. ആഞ്ചലോസിൻ്റെ വീടും പന്തലും അവിടെ നിന്നുകൊണ്ട് നോക്കി. ആഞ്ചലോസിൻ്റെ അംഗരക്ഷക പട ജീപ്പിൽ നിന്നും ബൊലീറോയിൽ നിന്നും ഇറങ്ങി മസിൽ പെരുപ്പിച്ച് എന്തിനും തയ്യാറെന്ന മട്ടിൽ നിന്നു. സൈമൺ തരകൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പന്തലിനടുത്തേക്ക് നടന്നു. പന്തലിൻ്റെ മൂലയ്ക്കുള്ള കവാടത്തിലൂടെ അകത്തേക്ക് കടന്നു. വരണം വരണം, അങ്ങോട്ടിരുന്നാട്ടെ. ആളുകളെ സ്വീകരിച്ചാനയിക്കാൻ ഈവൻ്റ് മാനേജ്മെൻറ്റ് ഏർപ്പാടാക്കിയിരുന്ന ആൾ ഹാർദവുമായി സൈമൺ തരകനെ ക്ഷണിച്ചു. സൈമൺ തരകൻ കൈയെടുത്ത് വീശി അയാളുടെ ചെകിട്ട് തടിച്ചു. അടിയേറ്റയാൾ പിന്നോട്ട് വേച്ചു വീഴാൻ പോയി. ശൗര്യക്കുട്ടി അയാളെ വീഴാതെ താങ്ങി. ആരോട് ചോദിച്ചിട്ടാണടാ എൻ്റെ പട്ടയ ഭൂമിയിൽ പന്തലിൻ്റെ കാല് നാട്ടിയത്? ആരോട് ചോദിച്ചിട്ടാടാ പാത്രം കഴുകാനും കൈ കഴുകാനും എച്ചില് വാരിയിടാനും എൻ്റെ പറമ്പിലോട്ട് വീപ്പ വെച്ചത്? സൈമൺ തരകൻ ആരോടൊന്നില്ലാതെ ഗർജിച്ചു. പന്തലിന് ചുറ്റുമുള്ള ജനങ്ങളെല്ലാം സ്തബ്ധരായി നിൽക്കുകയാണ്. ശൗര്യക്കുട്ടി സ്റ്റേജിന് നേർക്ക് തിരിഞ്ഞ് ഫോട്ടോ വീഡിയോ എടുപ്പും പാട്ടും ഡാൻസും നിർത്താൻ ആംഗ്യം കാട്ടി. പാട്ടും ഡാൻസും നിലച്ചു. പെട്ടെന്നൊരു നിശബ്ദതയും സ്തംഭനാവസ്ഥയും സംജാതമായി. ശൗര്യക്കുട്ടി അടിയേറ്റയാളെ മാറ്റി നിർത്തി മുൻപോട്ട് ചെന്നു. പന്തലിൻ്റെ 4-5 കാല് ഉറപ്പിച്ചിരിക്കുന്നത് മുതലാളിയുടെ പറമ്പിലാണെന്നുള്ളത് ശരിയാ. ഞങ്ങൾക്ക് മുറ്റം ഇത്തിരിയേ ഉള്ളൂ. പിന്നെ കൈ കഴുകാനും പാത്രം കഴുകാനും എച്ചിലിടാനും വീപ്പയും വെള്ളവും വെച്ചിരിക്കുന്നതും മുതലാളിയുടെ പറമ്പിലാ. ഞങ്ങളത് കൈയേറി സ്വന്തമാക്കിയതല്ല. നാളെ അതെല്ലാം മാറ്റി എല്ലായിടവും ക്ലീൻ ചെയ്യും. അതുവരെ മുതലാളി ക്ഷമിക്കണം. ശൗര്യക്കുട്ടി പറഞ്ഞു. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല. ഇപ്പം തന്നെ എല്ലാം എടുത്തു മാറ്റിക്കോ. സൈമൺ തരകൻ തീർത്തു പറഞ്ഞു. ബുദ്ധിമുട്ടാ മുതലാളി. ശൗര്യക്കുട്ടി സൈമൺ തരകൻ്റെ തൊട്ടു മുന്നിലേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു. സൈമൺ തരകൻ അവനെ അടിമുടി നോക്കി. തൻ്റെ എത്ര ഉയരം, തടി അല്പം കുറവാണെങ്കിലും ബലിഷ്ഠമായ ശരീരം, നിരന്തരം കടൽക്കാറ്റടിച്ച സൗമ്യത മുഴുവൻ ചോർന്നു പോയ നാവികൻ്റേതുപോലുള്ള പരുക്കൻ മുഖം. അരയടി കൂടി അടുത്താൽ മൂക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന മട്ടിലാണ് ശൗര്യക്കുട്ടി നിന്നത്. ബദ്ധവൈരികളെപ്പോലെ അവർ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നത് കണ്ട് ചെല്ലിക്കടപ്പുറ നിവാസികൾ ശ്വാസമടക്കി. സൈമൺ തരകൻ പതിയെ പിന്തിരിഞ്ഞു. റോഡിൽ നിന്ന് തൻ്റെ അംഗരക്ഷകരുടെ നേർക്ക് കൈ കാണിച്ചു. പൊളിച്ചു മാറ്റടാ. കേൾക്കേണ്ട താമസം. സൈമൺ തരകൻ്റെ അംഗരക്ഷകപ്പട സൈക്കിൾ ചെയിനും കുറുവടിയും
ഒക്കെയായി പന്തലിൻ്റെ നേർക്ക് കുതിച്ചു. ശൗര്യക്കുട്ടി ഒരു ചുവട് പിന്നോട്ട് മാറി മുണ്ട് മാടിക്കുത്തി ഒഴിഞ്ഞു കിടന്ന ഒരു കസേര എടുത്തുകൊണ്ട് പന്തലിൻ്റെ നേർക്ക് പാഞ്ഞു വന്ന ആദിത്തവൻ്റെ തോൾഭാഗം നോക്കി ആഞ്ഞടിച്ചു. അവൻ അടിയേറ്റ് നിലവിളിച്ച് ഒരു വശത്തേക്ക് ചരിഞ്ഞു വീണു. ശൗര്യക്കുട്ടി തിരിഞ്ഞ് ഹോട്ടൽ ബെയററുടെ ഡ്രസ് കോഡിൽ വിളമ്പുകാരായി നിന്ന തൻ്റെ ആളുകളുടെ നേർക്ക് ആംഗ്യം കാട്ടി. ഞൊടിയിടയിൽ അവരെല്ലാം കസേരകളുമായി സൈമൺ തരകൻ്റെ അംഗരക്ഷക പടയെ നേരിട്ടു. ശൗര്യക്കുട്ടി ഒരൊറ്റയാൾ മാത്രം മറുപക്ഷത്തെ 5 പേർക്ക് പകരം മതിയായിരുന്നു. വളരെ വേഗം കസേരകൾ ഒടിഞ്ഞു. അതുകൊണ്ടുള്ള അടിയേറ്റവരുടെ അസ്ഥികളും പൊട്ടി. പന്തലിനുള്ളിലേക്ക് കയറാൻ ശൗര്യക്കുട്ടിയും സംഘവും ആർക്കും ഒരു പഴുതും നൽകിയില്ല. അസ്ഥി പൊട്ടിയവരും കൈയൊടിഞ്ഞവരും ജീവനും കൊണ്ട് നിലവിളിച്ച് തിരിഞ്ഞോടി. ചെത്തിക്കടപ്പുറം നിവാസികൾ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. 12 കസേരകൾ ഉപയോഗശൂന്യമായി. സൈമൺ തരകൻ തലതിരിച്ച് ചുറ്റും നോക്കി. തൻ്റെ അംഗരക്ഷകർ എവിടെ? ആരുമില്ല. ആർത്തുങ്കിൽ നിന്നും ചേന്നവേലിൽ നിന്നും വന്ന ആൻ്റപ്പൻ്റെ ആൾക്കാരെവിടെ? അവരുമില്ല. ശൗര്യക്കുട്ടി മുണ്ട് മാടിക്കുത്തി വീണ്ടും സൈമൺ തരകൻ്റെ മുന്നിൽ ചെന്നു. വളരെ കാലമായി തന്നോട് ചോദിക്കണമെന്ന് കരുതി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട് സൈമൺ തരകൻ മുതലാളി. ശൗര്യക്കുട്ടിയുടെ അക്ഷരങ്ങൾക്ക് തീക്കനലിൽ ചുട്ടെടുത്ത ചൂടുണ്ടായിരുന്നു. അടി കലശലിനെ പറ്റി അറിഞ്ഞ് ഓടിക്കൂടിയവരും അവിടെ ഉണ്ടായിരുന്നവരും വീർപ്പടക്കി രണ്ടുപേരെയും മാറി മാറി നോക്കി. സൈമൺ തരകൻ അല്പം ഒന്ന് പതറി. താനാണോ എൻ്റെ തന്ത? സൈമൺ തരകൻ്റെ നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിലച്ചു. ചെല്ലിക്കടപ്പുറം നിവാസികൾ മുഴുവൻ കേൾക്കുകയായിരുന്നു ആ ചോദ്യം. സൈമൺ തരകൻ പന്തലിന് വെളിയിൽ അർദ്ധവൃത്താകൃതിയിൽ നിന്ന ജനക്കൂട്ടത്തിൻ്റെ നേർക്ക് തലതിരിച്ചു നോക്കി. അല്ല എന്നോ ആണോ എന്നോ ഉത്തരം പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ല അയാളെ കുഴക്കിയത്. ശൗരി തൻ്റെ മകനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ജനത്തിൻ്റെ മുൻപിലാണ് താൻ നിൽക്കുന്നത് എന്നതായിരുന്നു. സൈമൺ തരകൻ പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് കടപ്പുറം നിവാസികൾക്കറിയാമെങ്കിലും അയാൾ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മറുപടി പറഞ്ഞേ പറ്റൂ എന്ന അവസ്ഥ ആൾക്കൂട്ടത്തെ സന്തോഷഭരിതരാക്കി. മുതലാളി ഉത്തരം പറയണം. നിങ്ങളുടെ മകനാണ് ഞാനെന്ന് നിങ്ങൾ സമ്മതിച്ച ഇവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള വഴക്ക് തീർന്നു. ശൗര്യക്കുട്ടി സൈമൺ തരകൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. 10 കൊല്ലം മുമ്പ് ചെല്ലിക്കടപ്പുറത്തെ പുലിമൂട്ടയിലിരുന്ന എന്നെ തല്ലി ബോധം കെടുത്തി കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്താൻ വേണ്ടി തമിഴന്മാരുടെ വള്ളത്തെ കയറ്റി വിട്ടതുവരെയുള്ള എല്ലാ വഴക്കും തീർന്നു. സൈമൺ തരകൻ ഇത്തവണ ഏറി എണ്ണിട്ട് ജനക്കൂട്ടത്തെ നോക്കി. ഓവ്, എല്ലാവരും കാതോർത്ത് നിൽക്കുകയാണ്. ഒരപ്പൻ സ്വന്തം മകനെ തല്ലിക്കൊന്ന് കടലിൽ താഴ്ത്താൻ പോയി എന്നുള്ളത് ഒരു മകനും സഹിക്കാനും ക്ഷമിക്കാനും പറ്റണ സംഗതിയല്ല. എന്നാലും മുതലാളി എൻ്റെ അപ്പനാണെന്ന് ഇപ്പം സമ്മതിച്ചാൽ ഞാനതങ്ങ് സഹിക്കും, ക്ഷമിക്കും. ശൗരി സൈമൺ തരകൻ്റെ കണ്ണിൽ നിന്ന് നോട്ടമെടുക്കാതെ പറഞ്ഞു. സൈമൺ തരകൻ പല്ല് കടിച്ചു പിടിച്ച് ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. ഒറ്റയടിക്ക് മുന്നിൽ നിൽക്കുന്നവൻ്റെ തലച്ചോറ് ചിതറിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ താൻ ഒറ്റയ്ക്കാണ്. തിരിച്ച് കാരക്കാട്ട് ബംഗ്ലാവ് വരെ ചെല്ലുകയേ വേണ്ടൂ. പിന്നെ ഇവൻ എലിയും താൻ പുലിയുമാണ്. പറഞ്ഞോ മുതലാളി, ഞാൻ എന്നാ മറുപടി കേൾക്കാനും തയ്യാറാ. ഞാൻ തൻ്റെ മകനല്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ താൻ എൻ്റെ ശത്രുവാ. എന്നെ കൊല്ലാനും കൊല്ലിക്കാനും പലതവണ നോക്കിയ തന്നോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ഈ മുറ്റത്ത് വെച്ച് ഞാൻ തിരിച്ചടി തുടങ്ങും, തന്ന കുഴിയിലോട്ട് ഇറക്കി വെക്കണത് വരെ. എമിലിയും ജാനറ്റും ഡെന്നിച്ചനും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ സൈമൺ തരകനെയും ശൗര്യയെയും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നു. സൈമൺ മുതലാളി പറ, താൻ എൻ്റെ തന്തയാണോ അല്ലയോ? അല്ലണ നായിൻ്റെ മോനെ. സൈമൺ തരകൻ ഇടഞ്ഞ കാട്ടുപോത്തിൻ്റെ കണക്ക് തലയൊന്ന് കുലുക്കി അമറി. അടുത്ത ക്ഷണം അയാളുടെ ചെവി അടച്ച് അടിപൊട്ടി. കണ്ണിലിരുട്ട് കയറി. തല ചുറ്റിയ സൈമൺ തരകൻ നിന്നിടത്ത് നിന്ന് ആടി വായുവിൽ കൈകൾ കൊണ്ട് ചുരമാന്തി. അടുത്ത നിമിഷം പിന്നോട്ട് വേച്ചു വീണു. കണ്ടു നിന്നവരെല്ലാം ഒരു നടുക്കത്തിലായിരുന്നു. കാരക്കാട്ട് സൈമൺ തരകനെ കൈവയ്ക്കാൻ ഇന്നോളം ചെല്ലാനം മുതൽ ചെറിയഴീക്കൽ വരെ ഒരു കടപ്പുറത്തും ഒരുത്തനും ധൈര്യം വന്നിട്ടില്ല. ഇതിൻ്റെ ദുരന്തഫലം ശൗര്യക്കുട്ടിയും അവൻ്റെ ആളുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് വെളിപാട് പോലൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ കൂടി മിന്നിക്കടന്നുപോയി. ശൗര്യ തന്നെ വീണുപോയ സൈമൺ തരകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അയാളെ നേരെ ഉയർത്തി. പോയിക്കോ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെങ്കിലും വന്നാലും ഇല്ല. ഒന്നുകിൽ എൻ്റെ കൈകൊണ്ട് താൻ ചാകണത് വരേക്ക്, അല്ലെങ്കിൽ തൻ്റെ കൈകൊണ്ട് ഞാൻ ചാവണത് വരേക്ക്. സൈമൺ തരകൻ എന്തെങ്കിലും ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴെല്ലാം
അരപ്പട്ടയിൽ ഒരു കൈത്തോക്ക് കരുതാറുണ്ടായിരുന്നു. ഇത്തവണ അതെടുക്കാൻ മറന്നു. അത് കയ്യിലില്ലാതെ പോയതിൽ അയാൾ സ്വയം പഴിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ ശൗര്യയുടെ ശവം പോലീസ് വരുന്നതുവരെ ഈ പന്തലിൽ കിടക്കുമായിരുന്നെന്ന് അയാൾ ഓർത്തു. എന്നെ കൊന്നിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ നശിപ്പിക്കും. എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഓരോ ദിവസവും 150 തവണയെങ്കിലും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നേരിട്ട് പറയുക. തന്നെ മാത്രമല്ല, തൻ്റെ കുടുംബവും ഞാൻ നശിപ്പിക്കും. അതിനു വേണ്ടിയാ ശൗര്യക്കുട്ടി തിരിച്ചു വന്നേക്കണത്. സൈമൺ തരകൻ്റെ മുഖം ഒരു വശത്തേക്ക് കോടി. നിലത്ത് തുപ്പിയിട്ട് അയാൾ തിരിഞ്ഞു നടന്നു ബെൻസ് കാറിനടുത്തെത്തി. ജനങ്ങൾ ആരും നിന്നിടത്ത് നിന്നനങ്ങാതെ നിശബ്ദരായി വീർപ്പടക്കി നിൽക്കുകയാണ്. കാറിനരികെ ചെന്ന് തിരിഞ്ഞു നിന്നിട്ട് സൈമൺ തരകൻ പക പൂണ്ട് വിളിച്ചു പറഞ്ഞു, കഴിവറുടെ മോനെ, നീ 7 ദിവസം തികച്ച് ഭൂമിക്ക് മേലെ ജീവിച്ചിരിക്കത്തില്ല. കാരക്കാട്ട് സൈമൺ തരകനാ പറയുന്നേ. നിന്റെ ഈ വീടും ഉണ്ടാവത്തില്ല. ചെല്ലിക്കടപ്പുറത്ത്. ശൗരി അത് കേട്ടുകൊണ്ട് വെറുതെ നിന്നു. സൈമൺ തരകൻ കാറിൽ കയറി. അത് കടപ്പുറത്തേക്ക് ഓടിച്ച് അവിടെ മീൻ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന തെങ്ങും പറമ്പിലിട്ട് തിരിച്ച് കാരക്കാട്ട് ബംഗ്ലാവിന് നേർക്ക് ഓടിച്ചു പോയി. ശൗരി ഈവന്റ് മാനേജ്മെന്റിന്റെ ടീം ലീഡറോട് പറഞ്ഞു, ഇവിടെ നടന്നതൊക്കെ വേറൊരു നാടകമാ. നിങ്ങളുടെ ഗാനമേളയും പരിപാടിയും തുടർന്നോട്ട്. ഭക്ഷണം കഴിക്കാനുള്ളവരെ വിളിച്ചിരുത്തി വിളമ്പിക്കൊട്. നിർത്തിവെച്ചിരുന്നതെല്ലാം പെട്ടെന്ന് തന്നെ പുനരാരംഭിച്ചു. കടപ്പുറത്തുള്ളവരെല്ലാം ആഹാരം കഴിച്ചു കഴിഞ്ഞവരാണ്. ഡെനിച്ചനും ഷീബാമേരിയും തമ്മിലുള്ള കല്യാണവും ആഘോഷവും എല്ലാവരുടെയും മനസ്സിൽ നിന്ന് പോയി. ശൗര്യയുടെയും കുടുംബത്തിൻ്റെയും നേർക്ക് സൈമൺ മുതലാളിയുടെ പ്രതികാരം ഏത് വിധത്തിലായിരിക്കുമെന്ന് അവർ അടക്കത്തിൽ ചില ഊഹാപോഹങ്ങൾ നടത്തി. അയാളെ വെടിവെച്ച് കൊല്ലത്തേയുള്ളു. ഭാസ്കരൻ തൻ്റെ അടുത്ത് നിന്നവരോട് പറഞ്ഞു. ലൈസൻസ് ഉള്ള തോക്ക് 2ഓ 3ഓ ഉണ്ട് സൈമൺ മുതലാളിക്ക്. തീക്കനലെ ഉറുമ്പരിക്കാൻ ചെന്ന പോലെയാകും ശൗര്യക്കുട്ടിയുടെ ഗതി. കാരക്കാടിനെ വെല്ലുവിളിക്കാൻ അവനാരാ? ആ എമിലിയുടെ മക്കളുടെയും കഷ്ടകാലം തീർന്നില്ലല്ലോ. അല്ലെന്ന് ആ ശൗര്യക്കുട്ടി എന്ത് കണ്ടിട്ടാ ഈ മാതിരി കളിയൊക്കെ കളിക്കണത്? ഇങ്ങനെ പോയി ആളുകളുടെ അഭിപ്രായങ്ങൾ. രാത്രി തന്നെ തിരിച്ചടിയുണ്ടാകുമെന്നായിരുന്നു ചിലരുടെ ഭയം. ശൗര്യക്കുട്ടിയുടെ വീട്ടിലുള്ളവർക്കും അങ്ങനെയൊരു ഭയമുണ്ടായിരുന്നു. എമിലി ശൗര്യക്കുട്ടിയെ വിളിച്ച് വീടിനുള്ളിലേക്ക് കയറ്റിയിട്ട് ചോദിച്ചു, എടാ മോനെ, നീ എന്തൊക്കെയാ ചെയ്യണേന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോ? എനിക്കറിയാം അമ്മ. നീ എന്തിനാടാ അയാളെ തല്ലിയത്? നിനക്കത് ചെയ്യാൻ കൊള്ളാവോ? അയാൾ എൻ്റെ അപ്പനാണോന്ന് ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അല്ലെന്ന അമ്മ പറഞ്ഞ മറുപടി. ആണെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല അമ്മ. ഇന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അയാളും പറഞ്ഞു അല്ലെന്ന്. പിന്നെ എന്നിത്തിരാ ഞാൻ മേല് കീഴ് നോക്കണത്? പറയാതെയും ചില കാര്യങ്ങളൊക്കെ നിനക്കറിയാൻ വയ്യേ? അറിയാഞ്ഞിട്ടല്ലല്ലോ. അയാൾ വെറും പട്ടിയെ അമ്മ. അങ്ങനെ കണ്ടാൽ മതി. 24 കൊല്ലം കഴിഞ്ഞു ഞാൻ ഈ ഭൂമി ജനിച്ചിട്ട്. ഈ 24 കൊല്ലവും ഞാൻ തന്തയില്ലാത്തവനായിട്ടാ ജീവിച്ചേ. അയാൾ എന്നെ ജനിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് വിട്ടാൽ കുഴപ്പമില്ല. പട്ടികൾ പോലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അയാളോ? അയാൾ അമ്മയെ എങ്ങനെയെല്ലാം ഉപദ്രവിച്ച് എന്നെ എത്ര തവണ കൊല്ലാൻ നോക്കി. അയാൾ വെറും പട്ടിയല്ലമ്മ, പേ പിടിച്ച പട്ടി. ഞാനിന്ന് ജീവനോടിരിക്കണത് അയാളുടെ കണക്ക് തീർക്കാൻ വേണ്ടി മാത്രമാ. എമിലിക്ക് അതെല്ലാം മനസ്സിലാകുന്നുണ്ട്. സൈമൺ തരകനോട് തീർത്താലും തീരാത്തത്ര പക അവൾക്കുമുണ്ട്. പക്ഷേ അമ്മ, യുദ്ധം തുടങ്ങുമ്പോൾ എതിർവശത്ത് ശത്രു മാത്രമേ ഉള്ളൂ. മഹാഭാരതം ഒരു യുദ്ധത്തിൻ്റെ കഥയാണല്ലോ. അത് ആരെയൊക്കെയാ കൊന്നത്? എമിലിയുടെ നാവടഞ്ഞു. പിന്നെ പേടി, അയാൾ എന്തെങ്കിലും ചെയ്തു കളയോന്ന്. ചെയ്യട്ട്, എന്നെ കൊന്നിട്ടായി അയാൾക്ക് നിങ്ങളെ തൊടാൻ പറ്റത്തുള്ളൂ. അതോടെ എമിലി വിചാരിച്ചു, വരുന്നത് പോലെ വരട്ടെ. ശൗര്യക്കുട്ടി വീണ്ടും പന്തലിലെ അന്വേഷണങ്ങൾക്കിടയിലേക്ക് കടന്നു. സൈമൺ തരകൻ വീട്ടിലെത്തും മുമ്പേ ശൗര്യക്കുട്ടിയുടെ തല്ലി കിട്ടിയ വാർത്ത കാരക്കാട്ട് ബംഗ്ലാവിലെത്തിയിരുന്നു. എൽസമ്മയും മക്കളും അതേപ്പറ്റി അന്യോന്യം സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ബെൻസ് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം നേരിട്ട് അവരുടെ കണ്ണിലേക്കടിച്ചു. സൈമൺ തരകൻ കാർ പോർച്ചിൽ കയറ്റി കാർ നിർത്തി. കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറി ചെന്നു. ആൺമക്കൾ 3 പേരും നിരന്നു നിൽക്കുന്നത് കണ്ടപ്പോഴേ സൈമൺ തരകന് കാര്യം മനസ്സിലായി. നാണക്കേടിൻ്റെ വഴുവഴുത്ത പട്ടിനാക്ക് ദേഹത്തെഴിയുന്നുണ്ടെങ്കിലും സൈമൺ തരകൻ ഗൗരവത്തിൽ എല്ലാവരെയും നോക്കി. എന്നാ എല്ലാവരും കൂടെ രാത്രി ഉറക്കമില്ലാതെ? വാതിലിനരികെ നിന്ന് എൽസമ്മ പെട്ടെന്ന് മുന്നോട്ട് വന്നു. നാണം കിട്ടിട്ട് നാളെ മുതൽ പുറത്തിറങ്ങണ്ടല്ലോ. നിങ്ങൾക്കവിടെ കിട്ടിയപ്പോഴേ ഇവിടെ അറിഞ്ഞു. അവിടെ ചെന്ന് വടി കൊടുത്ത് വാങ്ങിച്ചതല്ലേ? അതും ആരുടെ കയ്യിൽ നിന്നാ? സൈമൺ തരകൻ മുന്നോട്ടൊന്നാഞ്ഞ് കൈ വീശി ഒറ്റയടി കൊടുത്തു എൽസമ്മയുടെ ചെകിട്ടത്ത്. ആരുടെ കയ്യിൽ നിന്നാ? നീ പറയടി നായിൻ്റെ മോളെ. എൽസമ്മ അടിയേറ്റ കവിൾ പൊത്തിപ്പിടിച്ച് തൻ്റെ ആൺമക്കളെ നോക്കി. ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറയടി. സൈമൺ തരകൻ വീണ്ടും കൈയൊങ്ങി. എമിലിയുടെ മകൻ ശൗര്യയുടെ കയ്യിൽ നിന്ന്.
എൽസമ്മ പല്ല് കടിച്ച് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ, വാങ്ങിച്ച പലിശ സഹിതം തിരിച്ചു കൊടുക്കാനും അറിയാവുന്നവനാ സൈമൺ തരകൻ. 10% അല്ലടി, 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കുമടി. സൈമൺ തരകൻ കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. ഡാൻഡസ് അമ്മയുടെ അലിവ് പൂണ്ട് അവിടെ തന്നെ നിന്നു. റോയി സൈമണും റോബിനും സൈമൺ തരകന്റെ പിന്നാലെ പോയി. അവർ മുറിയിൽ ചെല്ലുമ്പോഴേക്കും സൈമൺ തരകൻ അലമാര തുറന്ന് കൈത്തോക എടുത്തു കഴിഞ്ഞു. പപ്പ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അവൻ ഇനി ജീവിച്ചിരിക്കണ്ട. അതിന് നിങ്ങളുടെ സഹായം വേണ്ട, ഞാൻ കേസ് പറഞ്ഞോളാം. ബുദ്ധിമോശം കാണിക്കല്ലേ പപ്പ, പഴയ കാലമല്ല, ഇനിയുള്ള കാലം തിന്നു കുടിച്ച് വിശ്രമിക്കേണ്ടയാളാ പപ്പ. പ്രായമായ കാലത്ത് ജയിലിൽ പോയി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? റോയി സൈമൺ ചോദിച്ചു. സൈമൺ തരകൻ തൻ്റെ 2 ആൺമക്കളെയും നോക്കി. എന്തിനും പോന്നവരാണ്. ഇപ്പോൾ വല്ലതും ചെയ്താൽ അത് പപ്പ ചെയ്തതോ ചെയ്യിച്ചതോ ആണെന്ന് എല്ലാവർക്കും അറിയാം. പഴയ കാലമല്ല, തെളിവ് നൽകാനും സാക്ഷി പറയാനും ഒക്കെ ആളുകളുണ്ടാവും. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കണ കാര്യമല്ല, അപ്പോഴപ്പോൾ കണക്ക് തീർക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ജീവിച്ചിരിക്കണത്? സൈമൺ തരകന് കലിയടങ്ങുന്നില്ല. ഇതിപ്പം ഓർക്കാപ്പുറത്ത് കിട്ടിയതല്ലേ, വല്ലവർക്കും വേണ്ടി പപ്പ എന്തിനാ പോയത്? പപ്പ ഇനിയെങ്കിലും മറുവശത്ത് ആരാണെന്നും എന്താണെന്നും എത്ര ബലമുണ്ടെന്നും നോക്കാതെ ഒന്നിനും ചാടി ഇറങ്ങരുത്. അവനോട് ഞങ്ങൾ ചോദിച്ചോളാം, പപ്പ പുറകിൽ നിന്നാ മതി. റോബിനും കൂടി ഉപദേശിച്ചതോടെ സൈമൺ തരകന് വീണ്ടും വിചാരമായി. പപ്പ അവൻ വെറും കൈയോടെയല്ല തിരിച്ചു വന്നേക്കണത്. അവൻ്റെ കയ്യിൽ പൈസയുണ്ട്, അവൻ്റെ കൂടെ ആളുകളുമുണ്ട്. പപ്പ എത്ര പേരെ കൂട്ടിക്കൊണ്ട് പോയതാ? അവൻ്റെ രോമത്തെ തൊടാൻ പറ്റിയോ? അതാ പറഞ്ഞത്, അവനോട് കളിക്കുന്നത് അല്പം സൂക്ഷിച്ചു മതിയെന്ന് റോയി സൈമൺ പറഞ്ഞു. ആദ്യം നമുക്ക് പോലീസിനെ കൂട്ടുപിടിക്കാം, അവരന്വേഷിച്ചോളും അവൻ ആരൊക്കെയുണ്ടെന്നും എന്തൊക്കെയുണ്ടെന്നും. അവനോട് കളിക്കുമ്പോൾ പോലീസിൻ്റെ ഒരു കൈയും കൂടെ നമ്മുടെ കൂടെ വേണം. കംപ്ലൈൻ്റൊക്കെ ഞങ്ങളെ ശരിയാക്കി തരാം. പപ്പയുടെ കയ്യൊപ്പം മാത്രം മതി, റോബിൻ പറഞ്ഞു. മക്കൾ 2 പേരും ഉറക്കം വിളിച്ചിരുന്ന് തയ്യാറാക്കിയ പരാതിയിൽ സൈമൺ തരകൻ ഒപ്പുവെച്ചു. എടാ, ആ ഡാനിസിനെ കൂടി വിളി, അവന് ഇതൊക്കെ അറിയണ്ടേ? സൈമൺ തരകൻ പറഞ്ഞു. അവൻ വേറൊരു ലോകത്താ പപ്പ, അവനെ കൊണ്ട് ഇതിനൊന്നിനും കൊള്ളുകയില്ല. അവന് വയലിൻ, പാട്ട് ഇതൊക്കെ മതി. അവനിപ്പോഴും അമ്മയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ വയ്യല്ലോ. റോയി സൈമൺ ഡാൻഡസിനെ നിസാരനാക്കി പറഞ്ഞു. നേരം പാതിരാത്രി കഴിഞ്ഞതിനാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. രാവിലെ തന്നെ സൈമൺ തരകനും റോയി സൈമണും റോബിൻ സൈമണും കൂടി മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെത്തി. CI ഗണേശനെ കാത്തിരുന്ന് കണ്ടു. പരാതി നൽകി. നിങ്ങൾ പരാതി തന്നില്ലെങ്കിലും അവനെ ഞങ്ങൾ ഇന്ന് പൊക്കാനിരിക്കുക. അവൻ SIയുടെ വീട്ടിൽ കയറി SIയെ ആക്രമിച്ചു. പരിക്കേൽപ്പിച്ച കേസുണ്ട്. SIയുടെ ഭാര്യയെ ഉപദ്രവിച്ച് വീടിന് കേടുപാട് വരുത്തി. അവൻ്റെ പേരിൽ ആൻ്റപ്പൻ പീറ്റർ വേറൊരു പരാതി തന്നിട്ടുണ്ട്. ഭവനഭേദനം, മോഷണം. CI ഗണേശൻ വെളിപ്പെടുത്തി. ഞങ്ങളുടെ പരാതിയും കൂടി അക്കൂട്ടത്തിലിരിക്കട്ടേടോ, സൈമൺ തരകൻ പറഞ്ഞു. എൻ്റെ പട്ടയഭൂമി കയ്യേറി അവൻ പലതും ചെയ്തു. അത് ചോദിക്കാൻ ചെന്ന എൻ്റെ തൊഴിലാളികളെ അടിച്ചോടിച്ചു. അവരിൽ പലരും പരിക്കേറ്റ ആശുപത്രിയില്ല. അവൻ ഇന്നലെ രാത്രി ചെല്ലിക്കടപ്പുറത്തുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു സാറേ, റോയി സൈമൺ പറഞ്ഞു. ഞങ്ങൾ ഉടനെ ചെല്ലിക്കടപ്പുറത്ത് പോകുന്നുണ്ട്. CI ഗണേശൻ അപ്പോൾ തന്നെ SI ജോൺസനെ വിളിപ്പിച്ചു. ജോൺസൺ എത്തി. പരാതിയുടെ കോപ്പി എടുപ്പിച്ച് ജോൺസന് കൊടുത്തിട്ട് പറഞ്ഞു. ചെല്ലിക്കടപ്പുറത്ത് ചെന്ന് അന്വേഷിക്കണം, തെളിവെടുക്കണം, സാക്ഷികളെ കുറേ പേരെ വെക്കണം. ശൗര്യക്കുട്ടി അവിടെ കാണാൻ സാധ്യതയില്ല, ഉണ്ടെങ്കിൽ വിട്ട് കളയരുത്. ഞാൻ പുറകെ വന്നേക്കാം. SI ജോൺസൺ 4 പോലീസുകാരെയും കൂട്ടി ചെല്ലിക്കടപ്പുറത്തേക്ക് പോയി. റോഡിൽ ജീപ്പ് നിർത്തിയ ശേഷം ആഞ്ചലോസിൻ്റെ വീടിൻ്റെ നേർക്ക് ചെന്നു. അവിടെ പന്തലോ ആഘോഷമോ തലേരാത്രി അങ്ങനെ എന്തെങ്കിലും നടന്നതിൻ്റെ ലക്ഷണങ്ങളോ ഒന്നുമില്ല. ശൗര്യക്കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പോലീസ് വന്നതറിഞ്ഞ് അവൻ എഴുന്നേറ്റ് മുഖം കഴുകി തിണ്ണയിലേക്ക് ചെന്നു. SI ജോൺസൺ മുറ്റത്ത് നിൽക്കുന്നത് കണ്ട് കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. ആ സാറായിരുന്നോ? എന്നാ സാറേ ഇത്ര രാവിലെ? നിന്റെ പേരിൽ പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ സൈമൺ മുതലാളിയുടെ ഭൂമി കയ്യേറിയെന്നും ചോദിക്കാൻ വന്നവരെ തല്ലി ഓടിച്ചെന്നും. സാറ് നോക്കിയാട്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പന്തലുമില്ലായിരുന്നു, ആഘോഷവുമില്ലായിരുന്നു, ആരും ചോദിക്കാനും വന്നില്ല, ആരെയും തല്ലി ഓടിച്ചുമില്ല. സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്കണം. എന്നെ കസ്റ്റഡിയിലെടുക്കാനാ CIയുടെ ഉത്തരവ്. CI പറഞ്ഞെങ്കിൽ എടുത്തോ. സാറിൻ്റെ സ്വന്തം നിലയ്ക്കൊന്നും ചെയ്യല്ല. നമ്മൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയതാ. അത് പൊളിച്ചാൽ സാറിനും ക്ഷീണമാ, എനിക്കും ക്ഷീണമാ. സാറിനാ കൂടുതൽ ക്ഷീണം. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. സാറിൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അതൊരു ഭീഷണിയായിരുന്നു.
എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല, ജോൺസൺ പറഞ്ഞു. ഇല്ലല്ലോ, എന്നാ പിന്നെ സാരമില്ല, സിയയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ശൗര്യക്കുട്ടി പറഞ്ഞു. നിന്റെ ചേട്ടനും അവൻ്റെ പെണ്ണും എവിടെ? എസ് ഐ തിരക്കി. അവർ ഹണിമൂണിന് പോയി സാറേ. അല്പം കഴിഞ്ഞപ്പോൾ സിഐ ബൊലോറോ ജീപ്പിൽ 2 പോലീസുകാരുമായി എത്തി. ഉടൻ തന്നെ എസ് ഐ അയാളുടെ അടുത്തേക്ക് പോയി. സാറേ, ഇവിടെ ഒന്നും നടന്ന ലക്ഷണമില്ല, എല്ലാം മാറ്റി. ആ ചെറുക്കനും പെണ്ണും ഇവിടെയില്ല. ശൗര്യക്കുട്ടിയുണ്ട്, ദാ നിൽക്കുന്നതാ ശൗര്യക്കുട്ടി. സിഐ ഗണേശൻ ജീപ്പിനരികെ ചെന്ന് കൊണ്ട് ശൗര്യയെ അടിമുടി നോക്കി. ചൂണ്ടുവിരൽ മലർത്തിപ്പിടിച്ച് അടുത്തേക്ക് വരാൻ പുച്ഛത്തോടെ ഒരാംഗ്യം കാട്ടി. ശൗര്യക്കുട്ടി സിഐ നിൽക്കുന്നിടത്തേക്ക് ചെന്നു. എമിലിയും ജാനറ്റും തിണ്ണയിലിറങ്ങി പരിഭ്രമത്തോടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ശൗരി മുന്നിൽ ചെന്നതും സിഐ ഗണേശൻ അവൻ്റെ മുഖത്തേക്ക് വലങ്കൈ ആഞ്ഞു വീശി. ശൗരി നിമിഷാർത്ഥത്തിൽ വെട്ടിയൊഴിഞ്ഞു. ഗണേശൻ്റെ കൈ വായുവിലൂടെ തെന്നിപ്പോയി. ഗണേശൻ അടുത്ത ക്ഷണം ശൗര്യയുടെ ഷർട്ടിന് ഇടത് കൈകൊണ്ട് കുത്തിപ്പിടിച്ചു. വലത് മുഷ്ടി കൊണ്ട് ശൗര്യയുടെ കവളത്തേക്ക് ആഞ്ഞടിച്ചു. ശൗരി സ്പ്രിങ് വളയുന്ന പോലെ പിന്നോട്ട് വളഞ്ഞൊഴിഞ്ഞു. ക്ഷണത്തിൽ നിവരുകയും ചെയ്തു. നീ വലിയ അഭ്യാസിയാ അല്ലേടാ നായിൻ്റെ മോനെ. ഗണേശൻ്റെ മുഷ്ടി ശൗര്യയുടെ നെഞ്ചിന് നേർക്ക് വന്നു. ഗണേശൻ നെഞ്ചിലിടിച്ച വലത് കൈക്കും ഷർട്ടിനും കുത്തിപ്പിടിച്ച് ഇടത് കൈക്കുമിടയിൽ ശൗര്യയുടെ ഇടത് കൈ തടിച്ച പാമ്പിനെ പോലെ ഒന്ന് പൊളഞ്ഞു. ഗണേശന് 2 കൈയും തിരിച്ചെടുക്കാൻ വയ്യ. സാറേ, ഇവിടെ വെച്ച് എന്നെ തല്ലല്. സാറ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ലോക്കപ്പിലിട്ട് തല്ലിക്കോ. കൈ വലിച്ചെടുക്കുമോന്ന് ഗണേശൻ ഒന്നും കൂടി ശ്രമിച്ചു. സാധിക്കുന്നില്ല. ഇവിടെ വെച്ച് തല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല സാറേ. ഞാൻ നിന്ന് തരത്തില്ല. ഞാൻ നിന്ന് തരാതെ നിങ്ങൾക്ക് എന്നെ പിടിക്കാനും പറ്റത്തില്ല. ശൗര്യക്കുട്ടി തൻ്റെ കൈ പൂട്ടഴിച്ചു. ഇവനെ ജീപ്പിലോട്ട് കേട്ട് സിഐ ഗണേശൻ പോലീസുകാരോട് നിർദ്ദേശിച്ചു. അവർ മുന്നോട്ട് വന്ന ശൗര്യയെ പിടിച്ചുകൊണ്ടുപോയി ജീപ്പിൻ്റെ പിന്നിൽ കയറ്റിയിരുത്തി. എസ് ഐ ജോൺസൺ ലോക്കപ്പിൻ്റെ മുന്നിലേക്ക് ചെന്നു. അതിനുള്ളിൽ അക്ഷോഭ്യനായി ശൗര്യക്കുട്ടി നിൽപ്പുണ്ട്. നിന്റെ പേരിലുള്ള പരാതികളെല്ലാം നീ കേട്ടല്ലോ. 1, 2 4 പരാതികളാണ്, എസ് ഐ പറഞ്ഞു. സാറിൻ്റെ വീട്ടിൽ കയറിയ പരാതിയും വെച്ചിട്ടുണ്ടല്ലേ? ശൗര്യക്കുട്ടി നെറ്റി ചുളിച്ചു. ഗണേശൻ സാറ് നിർബന്ധിച്ചിട്ടാ. നമ്മൾ തമ്മിൽ വഴക്കില്ലല്ലോ സാറേ. ഉണ്ടോ? ഇല്ല, ജോൺസൺ സമ്മതിച്ചു. പക്ഷേ പോലീസ് നിന്നെ ലോക്കപ്പിലിട്ട് തല്ലും. അതിനായിട്ട് 5 പോലീസുകാരുണ്ട്. ഗണേശൻ സാറ് തിരഞ്ഞെടുത്ത് വിട്ടതാ. കുഴപ്പമില്ല സാറേ. എസ് ഐ തിരികെ പോയി. അല്പം കഴിഞ്ഞപ്പോൾ 4-5 പോലീസുകാർ ലോക്കപ്പിന് മുന്നിലെത്തി. അത് തുറന്നു. 5 പേരും ഒന്നിനു പിറകെ ഒന്നായി അകത്ത് കടന്നു. ശൗര്യക്കുട്ടി ഭിത്തിയോട് പറ്റിച്ചേർന്ന് നിന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ, ഒരു പോലീസുകാരൻ ആജ്ഞാപിച്ചു. ശൗര്യക്കുട്ടി അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. സാറന്മാരെന്നെ തല്ലാനല്ലേ, അത് തടയാനാ ഞാൻ ഇങ്ങനെ നിൽക്കണത്. ഞങ്ങൾ 5 പേരുടെ തല്ല് നീ തടയുവോടാ ഒറ്റയ്ക്ക്? ഇങ്ങനെ നിന്നാ തടയാം. ശൗര്യക്കുട്ടി ആ വെല്ലുവിളി സ്വീകരിച്ചു. അടി തുടങ്ങിയതും ശൗര്യക്കുട്ടി പ്രതിരോധം തുടങ്ങി. എസ് ഐ ജോൺസണ് തൻ്റെ ഓഫീസ് റൂമിലിരുന്നാൽ കേൾക്കാം ആക്രോശങ്ങളും അടിതട ശബ്ദങ്ങളും. 10 മിനിറ്റ് കൊണ്ട് പോലീസുകാർ 5 പേരും ചേർന്ന് ശൗര്യക്കുട്ടിയെ നിലംപരിശാക്കി കാണുമെന്ന് അയാൾ ഉറപ്പിച്ചു. തൻ്റേതല്ലാത്ത കൈകൊണ്ട് ശൗര്യക്കുട്ടിയെ അടിച്ച് വീഴ്ത്തി കാണാനുള്ള ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രി ശൗര്യക്കുട്ടിയുമായി നടത്തിയ കുസ്തിയിൽ കേടുപാട് പറ്റിയ താടിയിലിൻ്റെ വേദന ജോൺസന് ഇനിയും ശരിയായിട്ടില്ല. ശബ്ദങ്ങളും ആക്രോശങ്ങളും നിലച്ചപ്പോൾ ജോൺസൺ എഴുന്നേറ്റ് ലോക്കപ്പിന് മുന്നിലേക്ക് ചെന്നു. പോലീസുകാർ അവശരായി ലോക്കപ്പിൽ നിന്നിറങ്ങുന്നത് കണ്ട് ജോൺസൺ ആശ്ചര്യപ്പെട്ടു. നിങ്ങളെ അവൻ തിരിച്ചു തല്ലിയോ? എസ് ഐ ചോദിച്ചു. ഇല്ല സാറേ, ഒരാൾ പറഞ്ഞു. നിങ്ങളവനെ തല്ലിയില്ലേ? ഞങ്ങളെക്കൊണ്ട് ആകാവുന്നതെല്ലാം ചെയ്തു സാറേ. പക്ഷേ എന്ത് ചെയ്താലും അവൻ തടയും. ഇടിച്ചാലും അടിച്ചാലും ചവിട്ടിയാലും തടയും. നിങ്ങൾ 5 പേര് നോക്കിയിട്ട്? ജോൺസൺ വിസ്മയം പൂണ്ടു. സാറേ, അവൻ്റെ 2 കൈയും 2 കാലും പരിച പോലെയാ. എവിടെ അടിച്ചാലും തടയും. അവൻ അഭ്യാസിയാ സാറേ. അവൻ നിങ്ങളെ ഉപദ്രവിച്ചോ? ഇല്ല സാറേ. നിങ്ങൾ ചെന്ന് ഗണേശൻ സാറിനോട് പറ. വിയർത്തൊളിച്ച പോലീസുകാർ സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലേക്ക് പോയി. സിഐ ഗണേശൻ്റെ മുന്നിൽ ചെന്ന് തങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തി. അവനാര്? കായംകുളം കൊച്ചുണ്ണിയോ? സിഐ ഗണേശൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവനെ വിലങ്ങ് വെച്ചിട്ട് അടിക്കണമായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്ന് കാണണം. ഇതിനിടയിൽ ഗണേശൻ്റെ ഓഫീസ് ഫോണിലേക്ക് ഒരു കോൾ വന്നു. SP ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അത്. ഗണേശൻ കോൾ എടുത്തു. ഹലോ, എടോ, ഇത് SP-യാ. താൻ എന്തൊക്കെ പോക്കിരിത്തങ്ങളാണടോ കാട്ടിക്കൂട്ടിയത്? തൻ്റെ ഓഫീസിൽ വെച്ച് ഒരു പെണ്ണിൻ്റെ ചെകിട് അടിച്ചു പൊട്ടിച്ചോ? സാറേ, അതങ്ങനെയല്ല. എങ്ങനല്ല? താൻ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും കാണുന്നില്ലേ?
താൻ ഒരു പെണ്ണിനെ അടിച്ചതും അവളുടെ മൂക്കീന്ന് ചോര വന്നതും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നതൊന്നും താൻ അറിയുന്നില്ലേ? താൻ അവിടെ കണ്ണും പൂട്ടിയിരുന്നു. തനിക്ക് പണി വരുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്റ്റായി. CA ഗണേശൻ തൻ്റെ സ്മാർട്ട് ഫോൺ എടുത്ത് പരിശോധിച്ചു. 200-ലധികം വാട്സപ്പ് മെസ്സേജുകളും വീഡിയോകളും വന്ന് കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഡെന്നിച്ചനെയും ഷീബ മേരിയെയും സർക്കിൾ ഇൻസ്പെക്ടർ സ്വന്തം ഓഫീസിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന വീഡിയോ, അതിനൊപ്പം ആളുകളുടെ കമൻറ്റുകൾ, രോഷാകുലരായ യുവാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ, CAയുടെ ഓഫീസിൽ വന്ന് സ്വയം കീഴടങ്ങിയ കമിതാക്കളോട് പക്കാ ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ, ഷീബ മേരിയുടെ മുഖത്തടിക്കുന്ന രംഗം, അവളുടെ മൂക്കിലൂടെ ഒഴുകി വരുന്ന ചോരത്തുള്ളികൾ ചുണ്ടിലൂടെ താടിത്തുമ്പിലേക്കും അവിടുന്ന് വസ്ത്രത്തിലേക്കും വീഴുന്ന ദൃശ്യം. CA ഗണേശന്റെ നെറ്റി വിയർത്തു. അയാൾ തിരികെ കസേരയിലേക്കിരുന്നു. 40-ലേറെ മിസ്ഡ് കോളുകൾ ഉണ്ടായിരുന്നു അയാളുടെ ഫോണിൽ. രാവിലെ ചെല്ലിക്കടപ്പുറത്തേക്ക് പുറപ്പെട്ടതു മുതൽ അയാളുടെ ഫോൺ സൈലന്റ് മോഡിലായിരുന്നു. CA ഗണേശൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൾ വന്നു. അത് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. CA ഗണേശന്റെ സുഹൃത്തും സർക്കിൾ ഇൻസ്പെക്ടറുമായ പ്രകാശ് മഹാദേവനായിരുന്നു കോൾ ചെയ്തത്. ഗണേശനോട് അയാൾ ഉപദേശ രൂപേണ പറഞ്ഞു, താൻ വലിയ മണ്ടത്തരമാ കാണിച്ചത്. ന്യായീകരിക്കാനൊന്നും പോകണ്ട, അനങ്ങാതിരുന്നാ മതി. മുകളിൽ നിന്ന് ആര് വിളിച്ചാലും സോറി പറഞ്ഞേക്കണം. അതാണ് സേഫ്. ട്രാൻസ്ഫർ ഉറപ്പാണ്. ചിലപ്പോൾ സസ്പെൻഷനും ഉണ്ടായേക്കാം. എല്ലാം പാക്ക് ചെയ്തു വെച്ചു. CA ഗണേശന്റെ സകല മനോവീര്യവും ചോർന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു കോൾ വന്നു. അത് പാർട്ടി ഓഫീസിൽ നിന്നായിരുന്നു. ചന്ദ്രഭാനുവിൻ്റെ അമർഷം പൂണ്ട സ്വരം ഗണേശൻ കേട്ടു. പെൺകുട്ടിയുടെ കർണക്കുറ്റിക്ക് അടിച്ചതും പോരാഞ്ഞ് അവളുടെ ഭർത്താവാകാൻ പോകുന്നയാളുടെ അനുജനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചോ? അത് വേറെ കേസാണ് മാഷേ. വേറെന്ത് കേസ്? നിങ്ങളിങ്ങനെ ഓരോ കള്ളക്കേസുണ്ടാക്കി മനുഷ്യരോട് പകപോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമോ? ശൗര്യയെ പിടിച്ചത് സൈമൺ മുതലാളിയുടെ വസ്തു കയ്യേറിയതിനാ. മാത്രമല്ല, മറ്റേ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി. പിന്നെ SI ജോൺസന്റെ വീട്ടിൽ കയറി അയാളെയും ഭാര്യയെയും മർദ്ദിച്ചു. ഈ പരാതിയെല്ലാം മറ്റേ പെൺകുട്ടിയുടെ ഇറങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ടുണ്ടായതാന്ന് ആർക്കാ അറിയാത്തത്? മനുഷ്യരെല്ലാം നിങ്ങളെപ്പോലെ പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഷീബ മേരി എന്നൊരു പെണ്ണിനെ അവളുടെ കാമുകൻ വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് അവൾ കോടതിയിലും മൊഴി കൊടുത്തു. കോടതി അവരെ ഒന്നിച്ച് ജീവിക്കാനായി വിട്ടയച്ചു. അതോടനുബന്ധിച്ചല്ലേ ബാക്കി സംഭവങ്ങളൊക്കെ നടന്നത്? നിങ്ങൾ ജനങ്ങളെ സേവിക്കാനാണോ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി കുപ്പായം തയ്പ്പിച്ച് തൊപ്പിയും വെച്ച് അവിടെ ഇരിക്കുന്നത്? അതോ 2-4 മുതലാളിമാർക്ക് വേണ്ടിയാണോ? സൈമൺ മുതലാളിയുടെ സ്ഥലം കയ്യേറി എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ സ്ഥിതി? നിങ്ങൾ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടോ? രാവിലെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ വസ്തു കയ്യേറിയത് ചോദിക്കാൻ ചെന്ന സൈമൺ തരകനെ അയാൾ അടിച്ചു. കൂടെയുണ്ടായിരുന്ന കുറേ പേരെ സംഘം ചേർന്ന് തല്ലിച്ചതച്ചു. അങ്ങോട്ട് ചെന്ന് കൊടുത്തു വാങ്ങിയ അടിയല്ലേ അത്? കേസൊന്നും നിലനിൽക്കില്ലെന്ന് തനിക്കറിയോ? ഇനി വരാനുള്ളതും കൂടി അനുഭവിച്ചോ? ചന്ദ്രഭാനുവിൻ്റെ കോളും കട്ടായി. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണെന്ന് CA ഗണേശന് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാൻ പോവുകയാണെന്നാണ് ആദ്യം കിട്ടിയ വിവരം. പെൺകുട്ടിയുടെ ചെകിട്ടത്തടിച്ച വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. സ്ഥലം മാറ്റം നൽകി മിക്കവാറും സംഭവം ഒതുക്കാനാണ് സാധ്യതയെന്ന് അസോസിയേഷനിൽ നിന്ന് വിവരം ലഭിച്ചു. ഗണേശൻ അപ്പോൾ തന്നെ ജോൺസനെ വിളിച്ചു. ജോൺസൺ വന്നയുടൻ ധൃതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ഇവിടുന്ന് മാറ്റിയേക്കും. മെറ്റേ ചെകുത്താനെ വിട്ടേക്ക്. പരാതി വിട്ടുകളയണ്ട. തൽക്കാലം ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. അവൻ കുഴപ്പക്കാരനാ. ഇനിയും അവൻ കുഴപ്പമുണ്ടാക്കും. ആ നേരത്ത് ഈ പരാതിയെല്ലാം പൊടി തട്ടിയെടുത്ത് പ്രയോഗിച്ചേക്കണം. എന്നെങ്കിലും അവൻ ശരിക്കും നമ്മുടെ കയ്യിൽ വന്ന് വീഴും. ഇപ്പോൾ അവനെ വിട്ടേക്കുന്നതാ ബുദ്ധി. അവൻ്റെ ചില ആളുകൾ അഡ്വക്കേറ്റുമായി വന്നിട്ടുണ്ട് സർ, ജാമ്യത്തിൽ കൊണ്ടുപോകാൻ. ജോൺസൺ പറഞ്ഞു. ജാമ്യത്തിൽ വിടണ്ട. അപ്പോൾ കേസ് ദുർബലമായി പോകും. ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. അങ്ങനെ മതി. അവിടെ കൊണ്ട് വിട്ടേക്ക്. അതല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും മുങ്ങിയ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. SI ജോൺസന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. താൻ കണ്ടില്ലായിരുന്നോ വാട്സപ്പിൽ വന്ന വീഡിയോ? ഇല്ല സാറേ, ഞാൻ രാവിലെ ചെല്ലിക്കടപ്പുറത്ത് പോയില്ലേ. അതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. എൻ്റെ കസേര ഇനി ഇവിടെ അല്ല. മിക്കവാറും ഇന്ന് തന്നെ ട്രാൻസ്ഫർ ഓർഡർ വരും. ഞാൻ പോയാലും ശരി അവനെ നോക്കി വെച്ചേക്കണം. വളരാൻ വിടരുത്.
തന്തയുടെ തലയെടുക്കാൻ അവൻ വന്നിരിക്കുന്നേ. എല്ലാം അറിയാമല്ലോ തനിക്ക്, ഇല്ലേ? കുറച്ചൊക്കെ അറിയാം സാറേ. സൈമൺ തരകന്റെ കുടുംബം നശിപ്പിക്കുമെന്ന അവന്റെ ശപഥം. അതാ പറഞ്ഞത് വളരാൻ ഇട കൊടുക്കരുതെന്ന്. ഞാൻ മണ്ണാഞ്ചേരിയിലും ആർത്തങ്കലും സൗത്ത് പോലീസ് സ്റ്റേഷനിലും വിളിച്ച് പറഞ്ഞിട്ടേ പോകൂ. ആലപ്പുഴയിൽ അവൻ തല പൊക്കരുത്. ശരി സാർ. സല്യൂട്ട് അടിച്ച് ജോൺസൺ പോയി. അയാൾ തന്റെ ഓഫീസ് റൂമിലെത്തി. ശൗര്യക്കുട്ടിയെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. ശൗര്യക്കുട്ടി 5 മിനിറ്റിനുള്ളിൽ ജോൺസന്റെ മുന്നിലെത്തി. നിന്നെ വിട്ടേക്കാൻ ഗണേശൻ സാർ പറഞ്ഞു. സാറിന് എന്നാ പറ്റി പെട്ടെന്നൊരു മനംമാറ്റം? സാർ, ആ പെണ്ണിന്റെ ചെകിട്ട് തടിച്ച വീഡിയോ വൈറലായി. ഇപ്പം ഭയങ്കര പ്രശ്നമാ. സ്ഥലം മാറ്റം ഉറപ്പാ. ചിലപ്പോൾ സസ്പെൻഷനും കിട്ടിയേക്കും. അയാൾ പോട്ട് സാറേ. വേറെ മനുഷ്യപ്പറ്റുള്ള CI വരട്ട്. അയാളോ? ഞാൻ സാറിനെ സാറേന്ന് വിളിച്ചില്ലേ? അയാളെ അങ്ങനെ വിളിച്ചത് അതിനുള്ള യോഗ്യതയെ അയാൾക്കുള്ളൂ. അതുകൊണ്ടാ. നീ എല്ലാവരെയും വെല്ലുവിളിക്കാൻ തന്നെയാണോ ഉദ്ദേശിച്ചേക്കുന്നത്? സൈമൺ തരകനെയും കുടുംബത്തെയും, പിന്നെ അയാളുടെ കള്ളം കുടിച്ച് കാശും വാങ്ങി പാവങ്ങളോട് പന്നത്തരം കാണിക്കുന്ന പോലീസുകാരെ. പോലീസുകാരോട് കളിച്ചാൽ നീ ആയുസെത്തി ചാവത്തില്ല. നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ മിടുക്കുകൊണ്ടാ ഇപ്പോൾ നിന്നെ വിട്ടയക്കുന്നതെന്ന്? ആ ഒറ്റ വീഡിയോയാ നിനക്ക് രക്ഷയായത്. ഇല്ലെങ്കിൽ കൈ പുറകോട്ടാക്കി വിലങ്ങ് വെച്ച് നിന്നെ ഇടിച്ച് പത തുപ്പിച്ചേനെ. സാറേ, അത് ചെയ്തത് ഞാനാ. വീഡിയോ എല്ലാ സാറന്മാർക്കും അയച്ചത് ഞാനാ. സാറേ, കൈയും കാലം കൊണ്ടുള്ള കളി മാത്രമല്ല ശൗരി കളിക്കാൻ പോകുന്നത്. ശൗരി തല കൊണ്ട് കളിക്കാനുള്ള അഭ്യാസവും പഠിച്ചുകൊണ്ടാ വന്നേക്കണത്. സാർ എന്നെ വിലങ്ങിട്ട് പൂട്ടുമ്പോൾ ഞാൻ സാറിൻ്റെ കുടുംബത്തെ കയറി പൂട്ടും. വിലങ്ങിൻ്റെ പൂട്ടൊക്കെ എപ്പോഴെങ്കിലും തുറക്കണം. പക്ഷേ ശൗരി പൂട്ടുന്ന പൂട്ട് അഴിക്കാൻ പറ്റത്തില്ല. ജോൺസൺ ശൗര്യയുടെ കണ്ണുകളിലേക്ക് നോക്കി. സിംഹത്തിൻ്റെ ധൈര്യവും ചെന്നായിയുടെ ക്രൗര്യവും കുറുക്കൻ്റെ കൗശലവും ജോൺസൺ അവൻ്റെ കണ്ണുകളിൽ കണ്ടു. എന്നെ വിടുവാണെങ്കിൽ ഞാനങ്ങ് പോയിക്കോട്ടെ സാറ്. നിന്നെ അവിടെ കൊണ്ടുവിടണമെന്ന് CI പറഞ്ഞു. നീ ഇടയ്ക്ക് മുങ്ങിയിട്ട് പോലീസിനെയായിട്ട് വലപ്പിച്ചെങ്കിലോ? അങ്ങനത്തെ തെണ്ടിത്തരം ശൗരി കാണിക്കത്തില്ല എന്ന് തീർത്ത് പറയുന്നില്ല സാറേ. പക്ഷേ പറഞ്ഞിട്ടേ കാണിക്കൂ. ആയിക്കോട്ടെ, നിന്നെ ഞാൻ കൊണ്ടുവിടാം. എനിക്കും അതാ സാറേ ഒരു ഗമ. SI അപ്പോൾ തന്നെ തൻ്റെ കീഴിലുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിളിനെയും ഡ്രൈവറെയും വിളിച്ച് ശൗര്യക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ നിർദ്ദേശിച്ചു. സാറും കൂടി വന്ന അതും ഒരു ഗമയായിരുന്നു. ശൗര്യക്കുട്ടി ചെറുചിരിയോടെ പറഞ്ഞു. നീ അത്രയ്ക്കങ്ങ് സുഖിക്കണ്ട. ജോൺസൺ അവനെ ജീപ്പിൽ കയറ്റി അയച്ചു. നീ എവിടുന്നാടാ അഭ്യാസം പഠിച്ചേ? ജീപ്പ് ഓടിക്കൊണ്ടിരിക്കെ പിന്നോട്ട് തിരിഞ്ഞു നോക്കി ഹെഡ് കോൺസ്റ്റബിൾ സുധാകരൻ ചോദിച്ചു. കിട്ടാവുന്നിടത്തൊക്കെ പഠിച്ചു സാറേ, ശൗര്യക്കുട്ടി പറഞ്ഞു. എന്തോന്നാ നീ പഠിച്ചത്? കരാട്ടയോ കുങ്ഫുവോ അതോ കളരിപ്പയറ്റോ? എല്ലാം ഉണ്ട് സാറേ. അഭ്യാസം പഠിച്ചവൻ അതൊരിടത്തും പ്രയോഗിക്കരുതെന്ന. കളത്തിലിറങ്ങി കളിച്ച ഒരഭ്യാസിയും ചെറുപ്പകാലത്തിനപ്പുറത്തോട്ട് പോയിട്ടില്ല. അത് തുളുനാടൻ കളരി പഠിച്ച തച്ചോളി ഉദയനായാലും കരാട്ടയുടെ മറുകര കണ്ട ബ്രൂസ്ലി ആയാലും. ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ നല്ലതാ. ശൗര്യക്കുട്ടി അതിനുത്തരം പറഞ്ഞില്ല. ചെല്ലിക്കടപ്പുറത്തേക്ക് റോഡ് തിരിയേണ്ട ഭാഗത്തെത്തിയപ്പോൾ ശൗര്യയ്ക്കൊരു മൂത്രശങ്ക. ജീപ്പ് ഒന്ന് നിർത്തണം. ശൗരി തിടുക്കപ്പെട്ട് പറഞ്ഞു. നിർത്ത് സാറേ, മുള്ളണം. ഡ്രൈവർ ജീപ്പ് നിർത്തി. ശൗര്യക്കുട്ടി പുറത്തിറങ്ങി ഡ്രൈവർ സീറ്റിനടുത്ത് വന്നു. ഇനി ഞാൻ ഓടിക്കാം സാറേ, എനിക്കതാ ഒരു ഗമ. എതിർത്ത് പറയാനൊന്നും അവസരം കൊടുക്കാതെ ശൗര്യക്കുട്ടി പോലീസ് ഡ്രൈവറെ കക്ഷത്തിൽ കൂടി കൈയിട്ട് എടുത്തിറക്കി. സാറ് പുറകിലോട്ട് കയറിയട്ടെ. എടാ നായിൻ്റെ മോനെ, നീ എന്തായി കാണിക്കുന്നേ? സുധാകരൻ ആക്രോശിച്ചു. ശൗര്യക്കുട്ടി ചുണ്ടത്ത് വിരലമർത്തി കാട്ടി. മിണ്ടല്ലേ സാറേ. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. സാറ് കയറിയാട്ട്, ചെല്ലിക്കടപ്പുറം വരെ ഞാൻ ഓടിക്കാന്ന്. പോലീസ് ഡ്രൈവർ തൻ്റെ മേലധികാരിയെ നോക്കി. കയറിയില്ലെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ടങ്ങ് പോകുവേ. കേറടോ, സുധാകരൻ പറഞ്ഞു. അയാൾക്ക് ശൗര്യക്കുട്ടിയോട് ഉള്ളിൽ അല്പം പേടിയും ബഹുമാനവും അങ്കുരിച്ചിട്ടുണ്ടായിരുന്നു. ഇടിച്ച് സൂപ്പാക്കാൻ ചെന്ന 5 പോലീസുകാരെ നുള്ളി നോവിക്കാതെ അവശരാക്കിയവൻ. അവർ ലോക്കപ്പിൻ്റെ ഭിത്തിയിലിടിച്ച ഇടികൾക്കും കൊടുത്ത തൊഴിലുകൾക്കും കണക്കില്ലായിരുന്നു. പോലീസ് ഡ്രൈവർ ജീപ്പിൽ കയറി. ശൗര്യക്കുട്ടി ഡ്രൈവ് ചെയ്തു പോയി. ചെല്ലിക്കടപ്പുറത്തേക്ക് തിരിയാതെ ജീപ്പ് നേരെ പോകുന്നത് കണ്ട് സുധാകരൻ ശൗര്യയെ നോക്കി. നീ ഇത് എങ്ങോട്ടാടാ ശൗര്യ പോകുന്നത്? ഇതൊരു എളുപ്പ വഴിയേ സാറേ. ചെല്ലിക്കടപ്പുറത്തോട്ട് ഇതിലേ പോകാൻ നല്ല സുഖമാ. ജീപ്പ് കാരക്കാട്ട് ബംഗ്ലാവിലേക്കുള്ള പാതയിലേക്ക് തിരിഞ്ഞു. ഇരുവശത്തും മരങ്ങളും മതിലും പൂച്ചെടികളുമുള്ള നേർരേഖ പോലുള്ള പാത. എടാ, ഇത് കാരക്കാട്ട് ബംഗ്ലാവിലേക്കുള്ള വഴിയല്ലേ? സുധാകരൻ ദേഷ്യം പൂണ്ടു. ഇതിലേയും പോകാം സാറേ.
ശൗര്യക്കുട്ടി 200 വാരയോളം നീണ്ട ആ റോഡിലൂടെ ജീപ്പ് ഓടിച്ചു. കാരക്കാട്ട് ബംഗ്ലാവിന്റെ ഗേറ്റിൽ കൊണ്ടുപോയി നിർത്തി. സാറേ, നമ്മൾ ഗേറ്റിനപ്പുറത്തോട്ട് കയറിയ ഭവനഭേദനമാ വകുപ്പ്. ഇത്രയും മതി. ശൗര്യക്കുട്ടി ജീപ്പിന്റെ ഹോൺ അമർത്തി പിടിച്ചു. ആ ശബ്ദം നേരെ കാരക്കാട്ട് ബംഗ്ലാവിന്റെ മുഖവാരത്തിൽ ചെന്നലച്ചു. നിർത്താത്ത ഹോണടി കേട്ട് സൈമൺ തരകൻ ബംഗ്ലാവിന്റെ മട്ടുപ്പാവിൽ വന്ന് നോക്കി. ഒരു പോലീസ് ജീപ്പ്. ശൗര്യക്കുട്ടി ഹോണടി നിർത്തിയിട്ട് ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി. അതിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി. നെഞ്ച് വിരിച്ചു നിന്ന് ആക്രോശിച്ചു. എടോ പരട്ട സൈമൺ മുതലാളി, താൻ കള്ളക്കേസ് കൊടുത്ത് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ലോക്കപ്പിലിട്ട് ഇടിച്ചുരുട്ടി ഒലത്താമെന്ന് കരുതിയല്ലേടോ? സൈമൺ തരകൻ അന്തം വിട്ട് നിൽക്കുകയാണ്. പോലീസ് ജീപ്പുമായി വന്ന് ശൗരി വെല്ലുവിളിക്കുന്നു. പോലീസ് അവന്റെ പക്ഷം ചേർന്നോ? എടോ സൈമൺ മുതലാളി, താൻ 2 ചെവിയിലും നുള്ളിക്കോ. ഇപ്പം ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയത് തൻ്റെ ഗേറ്റിലാണെങ്കിൽ അടുത്ത തവണ തൻ്റെ നെഞ്ചത്താ, കേട്ടാ? അപ്പോഴേക്കും ഒരു കാർ വന്ന് ജീപ്പിന് പിന്നിലായി നിന്നു. അറക്കൽ സേവ്യറിന്റെ ഔഡി കാറായിരുന്നു അത്. ഡാൻഡസിന്റെ കാമുകി സോണിയ റോസും 2 കൂട്ടുകാരും കാറിലിരുന്ന് ആ കാഴ്ച കണ്ട് അന്തം വിട്ടു. സൈമൺ തരകന്റെ ഗേറ്റിൽ നിർത്തിയ പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് ഒരു യുവാവ് അലറുന്നു. ഈ കാരക്കാട്ട് കുടുംബത്ത് ഒരാൺതരി പോലും അവശേഷിക്കാതെ തൻ്റെ വഴി ഞാൻ തറ തോണ്ടും. താൻ ഇപ്പം വിചാരിക്കും ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, ഭൂസ്വത്തുണ്ടല്ലോ, ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, ബംഗ്ലാവുണ്ടല്ലോ, കാറുണ്ടല്ലോ എന്നൊക്കെ. തൻ്റെ കണ്ണടയുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ ഉടുതുണി പോലും ഞാൻ പറിച്ചു കളയും, പന്ന റാസ്കൽ. സൈമൺ തരകൻ കണ്ണുമയ്ക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് ശൗരി ഏതാനും നിമിഷം കാത്തു. തനിക്കൊന്നും പറയാനില്ലടോ ചെറ്റേ, തൻ്റെ തിണ്ണമെടുക്കെങ്കിലും കാണിക്കടോ. അപ്പോഴേക്കും ഹെഡ് കോൺസ്റ്റബിൾ സുധാകരൻ ജീപ്പിൽ നിന്നിറങ്ങി. താഴെ ഇറങ്ങടാ ശൗരി. ശൗര്യക്കുട്ടി കാരക്കാട്ട് ബംഗ്ലാവിന്റെ മട്ടുപാവിലേക്ക് നോക്കി. സൈമൺ തരകൻ അനങ്ങുന്നില്ല. സോണിയ റോസും ഫ്രണ്ട്സും ഇതിനകം കാറിൽ നിന്നിറങ്ങിക്കഴിഞ്ഞു. ഇതെന്താ ഇവിടെ നടക്കുന്നേ? സോണിയ റോസ് ഹെഡ് കോൺസ്റ്റബിൾ സുധാകരനോട് ചോദിച്ചു. ശൗരി ബോണറ്റിൽ നിന്ന് ചാടിയിറങ്ങി. മുൻപിൽ വെല്ലുവിളി പോലെ നിൽക്കുന്ന സുന്ദരിയെ അടിമുടി നോക്കി. ഇവിടെ ഒന്നും നടക്കുന്നില്ല. മോളേതാ? ഞാൻ അറക്കൽ സേവ്യറിന്റെ മോളാ. അറക്കൽ സേവ്യർ? ശൗരി നെറ്റി ചുളിച്ചു. എന്നിട്ട് ഓർമ്മയുടെ പിന്നാമ്പുറത്തേക്ക് ഒറ്റയോട്ടം. ചെല്ലിക്കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, കടലിൽ വീണുപോയ കളിപ്പാട്ടം എടുക്കാൻ പോയി തിരയിൽപ്പെട്ട് ഒഴുകിയ പെൺകുട്ടി. എന്നതാ പേര്? സോണിയ റോസ്. എന്നെ അറിയാവോ? ഇല്ല. നീ ഒരിക്കൽ ചെല്ലിക്കടപ്പുറത്ത് കടലിൽ വീണപ്പോൾ ഞാനാ നീന്തി പിടിച്ചത്. ഇല്ലെങ്കിൽ നീ ചത്തുപോയേനെ. എൻ്റെ പേര് ശൗരി. സോണിയ അവനെ അടിമുടി നോക്കി. ശൗരി, ഏതോ ഒരു മുക്കുവച്ചെക്കൻ അവളെ രക്ഷിച്ച സംഭവം അവളുടെ ഓർമ്മയിൽ മങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അടുത്ത ഭാഗം നാളെ.